ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നമ്മുടെ 150 ഡേ ലീഡ് കോഡ് ചലഞ്ചിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ബേസിക്കലി ഇതൊരു 150 ദിവസം 150 ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ചലഞ്ചാണ്. കൺസിസ്റ്റൻ്റ് ഡേ അല്ല, മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഇടാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ്, മീഡിയം ക്വസ്റ്റ്യനാണ്. സ്ലൈഡിങ് വിൻഡോ ആണ് നമ്മൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് റിപ്പീറ്റിംഗ് ക്യാരക്ടർ റിപ്ലേസ്മെൻറ്റ് എന്നാണ്. ലോങ്ങസ്റ്റ് റിപ്പീറ്റിംഗ് ക്യാരക്ടർ റീപ്ലേസ്മെൻറ്റ്. സോ യു ആർ ഗിവൺ എ സ്ട്രിങ് യെസ്, ഇതാണ് യെസ്, ആൻഡ് an integer k, ഒരു ഇൻറ്റീജർ തന്നിട്ടുണ്ട് k2. യു ക്യാൻ ചൂസ് എനി ക്യാരക്ടർ ഓഫ് ദ സ്ട്രിങ് ആൻഡ് ചേഞ്ച് ഇറ്റ് ടു എനി അതർ അപ്പർ കേസ് ഇംഗ്ലീഷ് ക്യാരക്ടർ. നമുക്കിതിൽ ഏതൊരു ക്യാരക്ടറും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബി ചൂസ് ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, ബി ചൂസ് ചെയ്തു ആൻഡ് ഐ ക്യാൻ ചേഞ്ച് ടു എനി അതർ അപ്പർ കേസ് ഇംഗ്ലീഷ് ക്യാരക്ടർ. ബി മാറ്റിയിട്ട് എനിക്ക് എയോ ബിയോ സിയോ ഡിയോ എന്തോ ആക്കാം. ഓക്കെ, ഇഷ്ടമുള്ളൊരെണ്ണം എടുത്തിട്ട് ഇഷ്ടമുള്ള അപ്പർ കേസ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആക്കാം. യു ക്യാൻ പെർഫോം ദിസ് ഓപ്പറേഷൻ k ടൈംസ്. k2 ആണെങ്കിൽ 2 വട്ടം എനിക്ക് ഇതുപോലെ ആക്കാം. ഉദാഹരണം, ഞാൻ ബി എടുത്തിട്ട് എ ആക്കി, ഇവിടെയും ബി ഉണ്ട്, ആ ബിയും ഞാൻ എടുത്തിട്ട് എ ആക്കി എന്ന് വെച്ചോ. ഓക്കെ, കാരണം 2 വട്ടം ആക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 എണ്ണം ഈ പറഞ്ഞ സാധനമാണ് എടുത്തത്. സോ യു ക്യാൻ പെർഫോം ദിസ് ഓപ്പറേഷൻ k. റിട്ടേൺ ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ്. ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ്ങിൻ്റെ ലെങ്ത് റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ റിട്ടേൺ കണ്ടെയ്നിങ് സെയിം ലെറ്റേഴ്സ് യു ക്യാൻ ഗെറ്റ് ആഫ്റ്റർ പെർഫോമിങ് ദ എബോ ഓപ്പറേഷൻ. ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് കണ്ടെയ്നിങ് ദ സെയിം ലെറ്റേഴ്സ്. ഓക്കെ, ഇതാ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എ ബി എന്നാണ് ഈ കാണുന്നൊരു സാധനം. അപ്പോൾ ഞാൻ അതിൽ ബി റീപ്ലേസ് ചെയ്ത് എ ആക്കി, ഇവിടെ ബി റീപ്ലേസ് ചെയ്ത് എ ആക്കി കഴിഞ്ഞാൽ ഇത് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയില്ലേ, അല്ലേ? എ എ എ എ ആയി. അല്ലേ ബി റീപ്ലേസ് ചെയ്തിട്ട്, അല്ല എ റീപ്ലേസ് ചെയ്ത് ബിയും ഇവിടുത്തെ എ റീപ്ലേസ് ചെയ്ത് ബി ആക്കി എന്ന് വെച്ചോ, അപ്പോഴും ബി 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 കിട്ടി, അല്ലേ? അങ്ങനെ k നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സ് മാറ്റാം. അങ്ങനെ 2 എണ്ണം അല്ലെങ്കിൽ k നമ്പർ ഓഫ് ടൈംസ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് മാറ്റിയാൽ ഏറ്റവും വലിയ സബ്സ്ട്രിങ് നമുക്ക് കിട്ടും. ലോങ്ങസ്റ്റ് റിപ്പീറ്റിംഗ് ക്യാരക്ടർ റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്, അല്ല? ഇത് ഇവിടെ നോക്കിക്കോ. അപ്പോൾ ഇതിനകത്ത് k1 ആണ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് മാറ്റിയിട്ട് മറ്റൊരെണ്ണം ആക്കാം, അല്ലേ? ഞാനിതിൽ ഏത് മാറ്റി മറ്റൊരെണ്ണം ആക്കിയാലാണ് എനിക്ക് ലോങ്ങസ്റ്റ് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് കിട്ടുക. ഇവിടെ ബി മാറ്റിയിട്ട് ഞാൻ എ ആക്കി കഴിഞ്ഞാൽ എനിക്ക് 4 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും, അല്ലേ? അതിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ക്യാരക്ടേഴ്സ് കിട്ടാൻ ഒരു വട്ടം ക്യാരക്ടർ റീപ്ലേസ് ചെയ്താൽ പറ്റുന്ന വേറെ ഏതെങ്കിലും സിനേറിയോ ഇവിടെ ഉണ്ടോ? സോ ഈ ബി ഇല്ലേ, ഈ ബി എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ എ മാറ്റി കഴിഞ്ഞ് ബി ആക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ എനിക്ക് 4 ബി കിട്ടും, അല്ലേ? ഈ എ മാറ്റി ബി ആക്കി കഴിഞ്ഞാൽ അപ്പം 4 തന്നെയാണ് മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട്. സോ ഇതർ ഇത് ഈ ഒരു സബ്സ്ട്രിങ് എടുത്തിട്ട് എ മാറ്റി ബി ആക്കുകയാണെങ്കിൽ, ഈ ഒരു സബ്സ്ട്രിങ് എടുത്തിട്ട് ബി മാറ്റി എ ആക്കിയാലും, നേരെ മറിച്ച് ഇതാ ഈ ഒരു ഈ ഒരു സബ്സ്ട്രിങ് എടുത്തിട്ട് അതിൽ എ മാറ്റി ബി ആക്കിയാലും സെയിം തന്നെ, 4 തന്നെയാണ്. സോ ബേസിക്കലി കൺസെപ്റ്റ് അത് തന്നെയാണ്. സോ നമുക്കിതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സബ്സ്ട്രിങ് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, എ എ ബി എ ബി ബി എ. അത്യാവശ്യം വലിയൊരു സ്ട്രിങ് തന്നെയാണ്. സോ ഇതിനകത്ത് ഈ ഒരു ഞാൻ സബ്സ്ട്രിങ് എന്ന് മാറി അറിയാണ്, സ്ട്രിങ്ങിന് വരെ സബ്സ്ട്രിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, പറഞ്ഞ് സ്ലൈഡിങ് വിൻഡോ ആണല്ലോ, ഇടയ്ക്കിടയ്ക്ക് സബ്സ്ട്രിങ് സബ് ലിസ്റ്റ് അങ്ങനെയൊക്കെ പറയും, സോറി. ഓക്കെ, സോ എന്തായാലും ഇതിനകത്ത് സപ്പോസ് ഞാൻ ഈ ഒരു വിൻഡോ ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടർ റിമൂവ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇതിനെ മാക്സിമം റിപ്പീറ്റിംഗ് ഒക്കറൻസ്, അതായത് കെ ഇവിടെ എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്, കെ സപ്പോസ് 1 തന്നേക്കുന്നതെന്ന് വെച്ചോ, കെ 1 തന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ലെറ്റർ മാത്രം ഇതിൽ നിന്ന് മാറ്റാം അല്ലേ. ഇതിനകത്ത് ഈ എടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ വിൻഡോയിനകത്ത് ഏതൊരു ലെറ്റർ മാറ്റിയാലാണ് ഏറ്റവും കൂടുതൽ ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരിക, എ മാറ്റിയാലാണ് വരിക. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇത് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഇതാണോ ബെസ്റ്റ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സബ്സ്ട്രിങ് എന്ന്. സോ അതിനാണ് നമ്മൾ സ്ലൈഡിങ് വിൻഡോ അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു സ്ലൈഡിങ് വിൻഡോ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഗ്രാജുവലി വിൻഡോ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യും. ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു കേസിൽ നമ്മൾ ഈ പറയുന്ന കെ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കെ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇത് വാലിഡ് ആണ് എന്ന് നമുക്ക്, അതായത് ഇതിലൊരെണ്ണം മാറ്റിയാൽ നമുക്ക് ആക്ച്വൽ സബ്സ്ട്രിങ് കിട്ടുമെന്ന് വാലിഡ് ആണ് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്യാം. കാരണം ക്യാരക്ടർ കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. സോ ഇവിടെ കൗണ്ട് നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സാധനം 1 വട്ടം ഉണ്ട്, ബി എന്ന് പറയുന്ന വാല്യൂ 3 വട്ടം ഉണ്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ കൗണ്ട്. സോ ഈ ക്യാരക്ടർ കൗണ്ട് വെച്ചിട്ട് ആൻഡ് കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, കെയും ക്യാരക്ടർ കൗണ്ടും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു സൊല്യൂഷനിലോട്ട് അറൈവ് ചെയ്യാം. ബേസിക്കലി നമ്മളിവിടെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിൻഡോയുടെ മൊത്തം ലെങ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, 1 2 3 4 ആണ് ഈ വിൻഡോൻ്റെ ലെങ്ത്. അപ്പോൾ 4 മൈനസ് മാക്സിമം ഒക്കറിങ് ക്യാരക്ടർ എത്രയായി ഈ വിൻഡോയിലുള്ളത് ഇവിടെ നമുക്ക് നോക്കാം. ബി ആണ് മാക്സിമം ഒക്കറിങ്, 3 ആണ് കൗണ്ട്. അപ്പോൾ 4 മൈനസ് 3 ഈക്വൽ ടു എത്രയാ, 1 ആണ് അല്ലേ. ഈ 1 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഈ 1 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ അവർ സ്ട്രിങ് വിൻഡോ ദാറ്റ് വി നീഡ് ടു റീപ്ലേസ് ടു മേക്ക് മോസ്റ്റ് ഓക്കെ. ഈ ഒരു 1 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലിസ്റ്റിനകത്ത് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഈ ലിസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇവിടെ കാണുന്നത് അല്ലേ. മൊത്തത്തിലുള്ള ആ വിൻഡോയുടെ ലെങ്ത് മൈനസ് മോസ്റ്റ് ഫ്രീക്വൻ്റ് ക്യാരക്ടർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് റീപ്ലേസ് ചെയ്ത് നമുക്ക് മാറ്റാൻ കഴിഞ്ഞാലേ ആ ഒരു ടോട്ടൽ വിൻഡോവിനെ ഒറ്റ ക്യാരക്ടറിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ 1 ആണ് ഇവിടുത്തെ ബാക്കിയുള്ള ക്യാരക്ടർ. അപ്പോൾ ഇത് വാലിഡ് ആണോ എന്നറിയാൻ അതിനാണ് നമുക്ക് കെ കിടക്കുന്നത്. അതായത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ നമുക്കിവിടെ കെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട എന്താ, ഈ കാണുന്ന അതായത് മാക്സിമം വിൻഡോയുടെ ലെങ്തും നമുക്കിവിടെ എഴുതാം. ലെങ്ത് ഓഫ് വിൻഡോ മൈനസ് കൗണ്ട് ഓഫ് മോസ്റ്റ് ഫ്രീക്വൻ്റ് ക്യാരക്ടർ. ഈ കിട്ടുന്ന വാല്യൂ, ഓക്കെ, ഈ കിട്ടുന്ന വാല്യൂ സപ്പോസ് എക്സ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ കെക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ നമുക്കതിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എക്സ് കെക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് കെ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ടോട്ടൽ ലിസ്റ്റിനെ സിംഗിളായിട്ട് മീൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് അല്ലാത്ത വാല്യൂസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഓൾവേസ്
ഓരോ സബ്ബറെ വെച്ചിട്ട് ഈ വിൻഡോ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് ഓൾവേസ് ഇങ്ങനെ തുടക്കത്തിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് തുടങ്ങും ഈ ഒരു കണ്ടീഷൻ കെയെക്കാട്ടിലും ചെറുതാണോ ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. അതിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യും. എങ്ങനെ മാക്സ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ വിൻഡോ ഇങ്ങനെ ചെറിയ രീതിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഈ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. സോ നമ്മുടെ ലെഫ്റ്റ് പോയിൻ്ററും റൈറ്റ് പോയിൻ്ററും വെച്ചിട്ട് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. ലെഫ്റ്റും റൈറ്റും ആദ്യം എവിടെ തന്നെ ആയിരിക്കും? ഒരേ പോയിന്റിൽ തന്നെ ആയിരിക്കും. സോ ലെഫ്റ്റും റൈറ്റും ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എ ആണ് ആദ്യം എടുക്കുന്നത്. സപ്പോസ് ഇങ്ങനെയല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. സോ എ എടുക്കും. എന്നിട്ട് നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കും, അല്ലേ? നമ്മുടെ സബ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സാധനം. അപ്പോൾ ലെങ്ത് ഓഫ് വിൻഡോ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 മൈനസ് കൗണ്ട് ഓഫ് മോസ്റ്റ് ഫ്രീക്വൻ്റ് എത്രയാണ്? എയുടെ കൗണ്ട് നമുക്ക് എടുക്കാം. എ മാത്രമല്ലേ ഉള്ളൂ. എയുടെ കൗണ്ട് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണല്ലേ. 0 എന്ന് പറയുന്നത് കെയെക്കാട്ടിലും, കെ 1 ആണ്, കെയെക്കാട്ടിലും കുറവാണോ എന്ന് നോക്കുക, അല്ലേ? കുറവാണ്. അപ്പോൾ കെയെക്കാട്ടിൽ കുറവായ സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ റൈറ്റ് പോയിൻ്റർ അടുത്തതിലോട്ട് വെക്കുക. അതോടൊപ്പം തന്നെ മാക്സ് ലെങ്ത് മാർക്ക് ചെയ്യുക. മാക്സ് ലെങ്ത് എത്ര? ഇപ്പോൾ 1 ആണ് അതിൻ്റെ ലെങ്ത്, അല്ലേ? അപ്പോൾ റൈറ്റ് നമ്മൾ അടുത്ത പോയിൻ്ററിലോട്ട് വെക്കുന്നു. നമ്മൾ റൈറ്റ് ഇവിടെ കൊണ്ടുവച്ചു. സോ ഇനി എന്താ ചെയ്യുന്നത്? 2 എണ്ണമായി, അല്ലേ? സോ ഈ 2 എണ്ണത്തിൻ്റെ അപ്പോൾ എയുടെ കൗണ്ട് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് എയുടെ കൗണ്ട് കൂട്ടുക. 1 മാറ്റി 2 ആക്കി. അപ്പോൾ എ എന്ന് പറയുന്നത് 2 കൗണ്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ? എ മൈനസ് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത് എ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് വിൻഡോ എത്രയാണ്? 2 ആണ്. ഇപ്പോൾ 2 മൈനസ് 2 0 എന്ന് തന്നെയാണ് വരുന്നത്, നേരത്തെ പോലെ തന്നെയാണ്. സോ 6 പിന്നെ നമ്മൾ മൂവ് ചെയ്യും, അല്ലേ? അടുത്തൊരു പോയിന്റിലെത്തി, ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. അപ്പോൾ നമ്മുടെ മാക്സ് ലെങ്ത് ഓഫ് വിൻഡോ 3 ആയി, അല്ലേ? 3 മൈനസ് ഈ പറയുന്ന പോലെ കൗണ്ട് ഓഫ് മോസ്റ്റ് ഫ്രീക്വൻ്റ് നമ്പർ ബിയുടെ കൗണ്ട് എടുത്ത് വെക്കണം നമ്മൾ. ഓരോ പുതിയ ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, കൗണ്ട് കൂട്ടി വെക്കണം, അല്ലേ? ബിയുടെ കൗണ്ട് 1 ആണ്. അപ്പോൾ മോസ്റ്റ് ഫ്രീക്വൻറ്റ് 2 ആണ്. 3 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് നമ്മുടെ കെയുടെ സ്മോളർ ദാൻ ഓർ ഈക്വൽ ആണോ നോക്കിയാൽ മതി. ഓക്കെ, സ്മോളർ ദാൻ ഓർ ഈക്വൽ ആണോ? അതെ, 1 ഈക്വൽ ആണ്. സോ ഒബ്വിയസ്ലി ഇത് മാറ്റാൻ പറ്റും. ശരിയാണല്ലേ? ലോജിക്ക് മേക്ക് സെൻസ് ആണ്. അതായത് ബി മാറ്റി എ ആക്കി കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആയില്ലേ? സോ ഒബ്വിയസ്ലി അത് കറക്റ്റാണ്. സോ അടുത്തൊരു പോയിന്റിലോട്ട് പോകുന്നു. 6 എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്ത് അടുത്തതിലോട്ട് വെക്കുന്നു. സോ ഇപ്പോൾ എന്തായി? എ ബി എ, അതായത് 1 2 3 4 4 മാക്സ് ലെങ്ത്. സോ നമ്മൾ മാക്സ് ലെങ്ത് 4 അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ 3 അപ്ഡേറ്റ് ചെയ്തില്ല, സോറി വിട്ടുപോയതാണ്. ഓക്കെ, 4 ഇപ്പോൾ മാക്സ് ലെങ്ത് നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഇത് സാറ്റിസ്ഫൈ ആവുമെന്ന് നോക്കാം. ഓക്കെ, സോ എ എന്ന് പറയുന്നതിൻ്റെ കൗണ്ട് ഇപ്പോൾ 3 കാരണം എ പുതിയത് വന്നു. ബി സെയിം തന്നെ. സോ നമ്മുടെ മാക്സ് ലെങ്ത് ടോട്ടൽ വിൻഡോൻ്റെ ലെങ്ത് എത്രയാണ്? 4 ആണ്. മൈനസ് മോസ്റ്റ് ഫ്രീക്വൻ്റ് എത്രയാണ്? 3 ആണ്. ഇസിക്വൽ ടു 1 ആണ്, അല്ലേ? 1 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉള്ള കാര്യമാണ്. സോ നെക്സ്റ്റ് 6 എന്ന് പറയുന്നത് അടുത്തതിലോട്ട് വെക്കുന്നു. ഇവിടെ എന്താ സംഭവം? 1 2 3 4 5 മാക്സ് ലെങ്ത് അപ്ഡേറ്റ് ചെയ്യണം. 3 എന്നുള്ളത് 4 ആക്കി നമ്മൾ വെച്ചു. ഇപ്പോൾ 5 അപ്പോൾ 5 മൈനസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്. ഓക്കെ, ബിയുടെ ലെങ്ത് നമ്മൾ 2 ആക്കി. ബി 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഫ്രീക്വൻ്റ് ഇപ്പോഴും 3 ആണ്. അപ്പോൾ എ 3 ഇസിക്വൽ ടു എത്രയാണ്? 2 ആണ്, അല്ലേ? സോ 2 എന്ന് പറയുന്ന വാല്യൂ സ്മാളർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണോ? കെ 1 ആണല്ലേ? 1നേക്കാൾ ചെറുതോ ഈക്വലോ ആണോ? അല്ല, 1നേക്കാട്ടിലും വലുതാണ്, ഈക്വലോ അല്ല. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പോൾ ഇത്രയും നേരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മാക്സ് ലെങ്ത് കൗണ്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? റൈറ്റ് പോയിൻ്റർ മൂവ് ചെയ്തു. ഈ തവണ നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററാണ് മൂവ് ചെയ്ത് ഇപ്പുറത്തോട്ട് വെക്കുന്നത്.
ഓക്കെ, ലെഫ്റ്റ് പോയിൻ്റർ ഇപ്പുറത്ത് വെച്ചു, റൈറ്റ് പോയിൻ്റർ ഇവിടെ നിൽക്കുന്നതിന് പകരം അവിടെ തന്നെ നിർത്തിയിട്ട്, റൈറ്റ് പോയിൻ്റർ നമ്മൾ അടുത്തതിലോട്ട് വെക്കും, ലെഫ്റ്റ് പോയിൻ്ററും ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഏക പ്രത്യേകത. ഓക്കെ, ലെഫ്റ്റ് പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ എന്താ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്? ഈ ലെഫ്റ്റ് പോയിൻ്ററിൽ എന്ത് ക്യാരക്ടറാണോ സ്കിപ്പായി പോകുന്നത് ആ ക്യാരക്ടർ ഇവിടെ കുറയ്ക്കണം അല്ലേ, 3യുടെ കൗണ്ട് 2 ആക്കി കുറയ്ക്കണം. സോ ഇങ്ങനെ മൂവ് ചെയ്ത് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സ് ലെങ്തിൽ എന്ത് വാല്യൂ ആണോ കിടക്കുന്നത് അതാണ് മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്. റിലവൻ്റ് ആയിട്ടുള്ള സമയത്ത് മാത്രമേ നമ്മൾ മാക്സ് ലെങ്ത് കൂട്ടുന്നുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. നമുക്കിത് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് മാക്സ് ഫ്രീക്വൻസി, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള, അതായത് ഇവിടെ ഈ ഒരു വാല്യൂ അല്ലേ നമ്മളിവിടെ കുറച്ചില്ലേ, അതായത് ഇതിനകത്തുള്ള ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാല്യൂ അതിനെ നമ്മളിവിടെ എഴുതുന്നു. ആദ്യം 0യിൽ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനി നമുക്ക് മാക്സ് ലെങ്ത് അല്ലേ, നമ്മൾ മാക്സ് ലെങ്ത് കൂട്ടി, ആ മാക്സ് ലെങ്ത് ആണല്ലോ നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സ് ലെങ്തും കൊടുക്കാം. ഓക്കെ, സോ മാക്സ് ലെങ്ത് 0 കൊടുക്കുന്നുണ്ട്. ഇനി ലെഫ്റ്റ് പോയിൻ്റർ 0യിൽ ഇനിഷ്യലൈസ് ചെയ്തു. നമുക്ക് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫോർ ലൂപ്പ് റൈറ്റ് പോയിൻ്റർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ഇതിൻ്റെ ഒരു എൻജിനാണ് ഫോർ ലൂപ്പ്. ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് എസ് ലെങ്ത് മൊത്തം നമ്മൾ ഐട്രേറ്റ് ചെയ്യും. ഇനി ഇനിയാണ് കളി, നമ്മൾക്ക് കൗണ്ട് എടുക്കണം. ഓക്കെ, ഇവിടെ എത്തി. നമ്മൾ ആദ്യം ചെയ്ത് കൗണ്ട് കൂട്ടുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് നമ്മുടെ കൗണ്ടിലോട്ട് ആ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. സോ കൗണ്ട് ഓഫ് എസ് ഓഫ് റൈറ്റ്, അതെ റൈറ്റിലാണല്ലോ പോയിൻ്റർ ഇരിക്കുന്നത്. സോ റൈറ്റിലുള്ള കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് ഡോട്ട് ഗെറ്റ് അല്ലേ, ഗെറ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ. എസ് ഓഫ് റൈറ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് ഗെറ്റ് ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, പ്ലസ് നമ്മൾ 1 കൂട്ടി കൊടുക്കുന്നല്ല, ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഫ്രീക്വൻസി എത്രയാണെന്നറിയണ്ടേ. സോ നിലവിലുള്ള ഫ്രീക്വൻസിയും മാക്സ് ഫ്രീക്വൻസിയും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ നടത്തും. മാക്സ് ഫ്രീക്വൻസി ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യത്തെ കേസിൽ ഒന്നും സ്റ്റോർ ചെയ്തില്ല, 0 ആണ് കിടക്കുന്നത്. സോ മാക്സ് ഫ്രീക്വൻസി ആണോ അതോ ഇപ്പോൾ എടുത്ത കൗണ്ടിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ആണോ ഏറ്റവും കൂടുതൽ എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഏതാണോ കൂടുതൽ അത് നമ്മൾ മാക്സ് ഫ്രീക്വൻസിയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമുക്ക് ഇഫ് കണ്ടീഷൻ ഇട്ട് ഇത് ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള ടൈമായി. എക്സ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണോ എന്നുള്ള രീതിയിൽ. ലെങ്ത് ഓഫ് വിൻഡോ മൈനസ് കൗണ്ട് ഓഫ് മോസ്റ്റ് ഫ്രീക്വൻറ്റ് നമ്പർ. ലെങ്ത് ഓഫ് വിൻഡോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിമ്പിളാണ്, ലെഫ്റ്റ് പോയിൻ്റർ അല്ലേ, ലെഫ്റ്റ് പോയിൻ്റർ മൈനസ് റൈറ്റ് പോയിൻ്റർ പ്ലസ് 1. ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. കാരണം ലെങ്ത് എപ്പോഴും ഇൻഡെക്സ് പൊസിഷനേക്കാട്ടിലും 1 കൂടുതലായിരിക്കുമല്ലോ. ഈ ലെങ്ത് മൈനസ് നമ്മൾ എന്ത് ചെയ്യും, ലെങ്ത് ഓഫ് വിൻഡോ മൈനസ് കൗണ്ട് ഓഫ് മോസ്റ്റ് ഫ്രീക്വൻസി ക്യാരക്ടർ അല്ലേ. മോസ്റ്റ് ഫ്രീക്വൻറ്റ് ക്യാരക്ടറിൻ്റെ കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? മോസ്റ്റ് ഫ്രീക്വൻറ്റ് ക്യാരക്ടറിൻ്റെ കൗണ്ട് മാക്സ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ലെങ്ത് മാക്സ് ഫ്രീക്വൻസിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. അത് കേക്കാട്ടിലും വലുതാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, എൽസ് കേസ്, അതായത് ഇവിടെ നമ്മൾ കേക്കാട്ടിലും ചെറുതാണോ എങ്കിൽ അടുത്തത് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് ലോജിക്ക് എഴുതുന്നത്. കേക്കാട്ടിലും വലുതാണെങ്കിൽ നമ്മൾ ചുമ്മാ മൂവ് ചെയ്താൽ പോരാ. നേരത്തെ പറഞ്ഞ പോലെ അതാ ഈ ഒരു കേസിലെത്തിയപ്പോൾ നമ്മൾ ചെയ്ത കണ്ടീഷൻ ഒന്നാമത്തെ എന്താണ്, കൗണ്ടിനകത്ത് അല്ലേ, കൗണ്ട് ഓഫ് എസ് ഓഫ് ലെഫ്റ്റിലുള്ള വാല്യൂ, ലെഫ്റ്റ് പോയിൻ്റർ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ വാല്യൂ കുറയ്ക്കണം. കാരണം പോയിൻ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവുക നമ്മൾ അല്ലേ, ലെഫ്റ്റ് പോയിൻ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ടാകുക. അപ്പോൾ ഈ വാല്യൂ പിന്നെ ഇല്ല. അപ്പോൾ ആ കൗണ്ടറിൽ നിന്ന് ആ വാല്യൂ എന്താണോ, ലെഫ്റ്റ് പോയിൻ്ററിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അത് നമ്മൾ കുറയ്ക്കണം.
സോ -1 കൊടുത്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒബ്വിയസ്ലി ലെഫ്റ്റ് മൈനസ് ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. സോറി ലെഫ്റ്റ് മൈനസ് ഈസ് ഈക്വൽ ടു 1 അല്ല, ലെഫ്റ്റ് പ്ലസ് ഈസ് ഈക്വൽ ടു 1. കാരണം ലെഫ്റ്റ് കുറയ്ക്കല്ലല്ലോ, ലെഫ്റ്റ് കൂട്ടി ഫ്രണ്ടിലോട്ടല്ലേ പോകേണ്ടത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, മാക്സ് ലെങ്ത് നോക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മാക്സ് ലെങ്ത്. സോ ഇത് എൽസ് കേസ് അല്ലേ. അല്ലാത്ത കേസിൽ നമ്മൾ ഓൾവേസ് മാക്സ് ലെങ്ത് എന്ന് പറയുന്ന സാധനം കൺസിഡർ ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാ കേസിലും. മാക്സ് ലെങ്തിലുള്ള വാല്യൂ ആണോ അതോ ഇപ്പോൾ ഉള്ള വിൻഡോൻ്റെ ലെങ്ത് ആണോ അല്ലേ ഏറ്റവും വലുത്. ഏറ്റവും വലിയ വിൻഡോ ആണ് നമുക്ക് മാക്സ് ലെങ്തിൽ സ്റ്റോർ ചെയ്യേണ്ടത്. സോ എന്തായാലും നമ്മൾ ഇതിങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചെയ്യും. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഔട്ട്പുട്ട് 1 ആണ് വന്നത്, എക്സ്പെക്റ്റഡ് 4 ആണ്. അതെന്താണോ കൗണ്ട് കൊടുത്തു, മാക്സ് ഫ്രീക്വൻസി കൊടുത്തു. സോറി, ഇവിടെ ലെഫ്റ്റ് മൈനസ് റൈറ്റ് അല്ലല്ലോ, റൈറ്റ് മൈനസ് ലെഫ്റ്റ് അല്ലേ. അതുപോലെ ഇവിടെയും യെസ്, ആബ്സല്യൂട്ട്ലി അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ വീഡിയോ ലൈക്ക് ചെയ്തവർ, ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.